ഹലോ ഫ്രണ്ട്സ്, പവിത്രത്തിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മുടെ ജീന വിക്രം ആക്സിഡൻറ്റ് പറ്റിയ സ്ഥലത്ത് കൂടെ അങ്ങനെ പോവാണ് കേട്ടോ ഓട്ടോയും കൊണ്ട്. അപ്പോൾ അവൾ കാണുന്നുണ്ട് ആരോ കിടക്കുന്നത്. അപ്പോൾ ആരത് നോക്കാൻ വേണ്ടിയിട്ട് അവൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിപ്പോയി നോക്കുന്നുണ്ട്. എടോ നീക്കടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ നോക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്കത് വിക്രമാണെന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പിന്നെ അവൾ പോയി നോക്കുന്ന സമയത്ത് എന്നിട്ട് അവൾ വേഗം ഓടിപ്പോയിട്ട് വേദയെ വിളിക്കുന്നുണ്ട്. വേദയുടെ ഫോണാണെങ്കിൽ നമ്മുടെ അപ്പുമോളുടെ കയ്യിലാണ്. അതുകൊണ്ട് അവൾക്ക് കോള് പോകുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് 2 പ്രാവശ്യം വിളിച്ചിട്ടും വേദയെ കിട്ടാത്തതുകൊണ്ട് അവൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജീന നമ്മുടെ വിക്രമിനെ എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ കഴിയും കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദ അപ്പുമോളുടെ അടുത്ത് സംസാരിക്കുന്ന സീൻസാണ് കേട്ടോ. ആ വേദ വന്നിട്ട് അപ്പുമോളുടെ അടുത്ത് പറയുന്നുണ്ട്, മോളെ മതി, കുറേ നേരമായില്ലേ ഫോണിൽ കളിക്കുന്നു, ഫോൺ എടുത്താന്ന് പറഞ്ഞിട്ട് ഫോൺ വാങ്ങിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ സുഹൃത്തുക്കളെ. ഫോൺ വാങ്ങുന്ന സമയത്താണെങ്കിലോ ഫോണാണെങ്കിൽ ഫ്ലൈറ്റ് മോഡിൽ ഇട്ടിരിക്കുന്നത് വേദ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ ഫോൺ ഫ്ലൈറ്റ് മോഡിൽ ഇട്ടിരിക്കുന്നതെന്ന്. അപ്പോൾ അപ്പുമോൾ പറയുന്നത് നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് ആരും നമ്മളെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയച്ഛൻ പറഞ്ഞെന്ന ഐഡിയ ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, നിൻ്റെ ചെറിയച്ഛൻ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഐഡിയ ഒക്കെ പറഞ്ഞു തരുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചെല്ലെ മോളെ പോയി ഉറങ്ങുക എന്നൊക്കെ വേദ പറഞ്ഞിട്ട് നമ്മുടെ അപ്പുമോളെ ഉറങ്ങാൻ പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ രാധയാണ്. അപ്പോഴാണ് രാധയ്ക്ക് ജീനയുടെ കയ്യിൽ നിന്ന് ഒരു ഫോൺ വരണത് കേട്ടോ. എന്നിട്ട് ജീന ചോദിക്കുന്നുണ്ട്, നീ വീട്ടിലാണോ രാധയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാധ പറയുന്നുണ്ട്, അതെ ഞാൻ വീട്ടിലാണ്, എന്തേ, നീ വേഗം ഹോസ്പിറ്റലിലോട്ട് വായോ എന്നൊക്കെ ജീന പറയുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റിയെന്നൊക്കെ രാധ ചോദിക്കുന്നുണ്ട് കേട്ടോ. വിക്രം എൻ്റെ കൂടെ ഉണ്ട്, വിക്രമിനൊരു ആരെയും ആക്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ജീന. അപ്പോൾ രാധയാണെങ്കിലോ ഭയങ്കര ഞെട്ടിയിട്ട് ഭയങ്കര വിഷമത്തിൽ അയ്യോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജീന പറയുന്നുണ്ട്, ഞാൻ നേരെ അനുപമ ഹോസ്പിറ്റലിലോട്ട് പോവാണ്, നീയോ അങ്ങോട്ട് വായോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാധ പറയുന്നത് ശരി എന്നൊക്കെ പറഞ്ഞിട്ട് രാധയും പോവാണ് കേട്ടോ ഹോസ്പിറ്റലിലോട്ട്. പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലിലെ സീൻസാണ് കേട്ടോ. രാധയും ജീനയും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രാധയും വന്നിട്ടാണ് വിക്രത്തിനെ ICUലോട്ട് കയറ്റുന്നത് കേട്ടോ. എന്നിട്ട് രാധയും ജീനയും പുറത്ത് നിൽക്കുന്ന സമയത്ത് രാധ ചോദിക്കുന്നുണ്ട്, ജീന എൻ്റെ വിക്രം എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജീന പറയുന്നുണ്ട്, വിഷമിക്കാണ്ടിരിക്കുക, അവനൊന്നും പറ്റില്ല എന്നൊക്കെ ജീന പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ICUയിൽ ഡോക്ടർമാർ വിക്രത്തെ പരിശോധിക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുറത്തുനിന്ന് രാധ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ എൻ്റെ വിക്രത്തിനൊന്നും സംഭവിക്കരുത്, എന്ത് വഴിപാട് വേണമെങ്കിലും ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഡോക്ടർ പുറത്തോട്ട് വരുന്ന സമയത്ത് നമ്മുടെ രാധ ചോദിക്കുന്നുണ്ട്, ഡോക്ടർ വിക്രത്തിന് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ടില്ല കുഴപ്പമൊന്നുമില്ല. അപ്പോൾ രാധ ചോദിക്കുന്നുണ്ട്, തലക്കേറ്റ മുറിവോന്നും ചോദിക്കുന്നുണ്ട്. അതും കുഴപ്പമില്ല, സ്കാനിലൊന്നും പ്രശ്നമില്ല, എന്നാലും ഒരു ദിവസം ഒബ്സർവേഷനിൽ കിടക്കട്ടെ, നമുക്ക് റൂമിലോട്ട് മാറ്റാം നാളെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിലോ ബില്ല് വരികയാണ് കേട്ടോ ഹോസ്പിറ്റലിൽ. അപ്പോൾ രാധയുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ ജീനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ജീന നിൻ്റെ അടുത്ത് പൈസ ഉണ്ടോ ചോദിച്ചിട്ട് ജീനയാണ് കേട്ടോ ബില്ലടയ്ക്കാൻ വേണ്ടി പൈസ കൊടുക്കുന്നത്. എന്നിട്ട് ജീന പറയുന്നുണ്ട്, ഞാൻ വേദയെ വിളിച്ചിരുന്നു, വേദയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഒന്നും കൂടി വിളിച്ച് നോക്കാലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാധ പറയുന്നുണ്ട്, വേണ്ട, വേദയെ വിളിക്കേണ്ട, ഈ കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്നൊക്കെ രാധ പറയുന്നുണ്ട് കേട്ടോ. വിക്രത്തിൻ്റെ അമ്മയും അച്ഛനെ അറിയിക്കേണ്ടതെന്ന് രാധ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാധയാണെങ്കിലോ പഴയ കാര്യങ്ങൾ, പണ്ട് നടന്ന കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വിക്രത്തിൻ്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വേദയല്ലേ ഇപ്പോൾ അവൻ കല്യാണം കഴിച്ചിരിക്കുന്നത്, അപ്പോൾ വേദ നോക്കിക്കോളൂ അവൻ എന്ത് പറ്റിയാലും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ രാധ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പണ്ട് വിക്രമിൻ്റെ അമ്മ പറഞ്ഞത് അതൊക്കെ ആലോചിച്ചിട്ട് രാധയ്ക്ക് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. എന്നിട്ട് രാധ പറയുന്നുണ്ട് ജീനടുത്ത്, ഇപ്പോൾ ഇത് ആരെടുത്തും പറയണ്ട, ഞാൻ അറിയാതെ നീ എങ്ങാനും പറഞ്ഞാൽ ജീനെ പിന്നെ ഞാൻ നിന്നെ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് രാധ അവിടെ നിന്ന് ബില്ലടയ്ക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രത്തെ എല്ലാ പോലീസുകാരും കൂടി കൊല്ലുന്നതാണ് കേട്ടോ. പോലീസുകാർ അവനെ ഷൂട്ട് ചെയ്യുന്ന രംഗങ്ങളൊക്കെയാണ് പിന്നെ കാണിക്കുന്നത്. ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലോ വേദയുടെ അച്ഛനും ഏട്ടനും കൂടെ അടുത്ത് നിന്ന് ചിരിക്കുന്നതൊക്കെ വേദ സ്വപ്നത്തിൽ കാണുന്നുണ്ട് കേട്ടോ. അതായത് സ്വപ്നത്തിൽ വിക്രം കറക്റ്റായിട്ട് പറയുന്നുണ്ട്, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മരിക്കുന്നത്, നിനക്ക് വേണ്ടിയിട്ടാണ് ഇവരെന്നെ കൊല്ലുന്നത് എന്നൊക്കെ വിക്രം പറഞ്ഞിട്ടാണ് കേട്ടോ ആ ഒരു സ്വപ്നം അവസാനിക്കുന്നത്. ആ സ്വപ്നം കണ്ട വേദ ഞെട്ടി ഉണർന്നിട്ട് പുറത്തോട്ട് പോയി വിക്രം വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണെങ്കിലും വിക്രം വന്നിട്ടുമില്ല. അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടം വരികയാണ്. അയ്യോ ഇനിയിപ്പോൾ വിക്രത്തിന് എന്തെങ്കിലും പറ്റിയോ, അവളുടെ അച്ഛനും ഏട്ടനും കൂടി സ്വപ്നത്തിൽ കണ്ട പോലെ അവനെ കൊന്നോ എന്നൊക്കെ അവൾ ആലോചിച്ച് ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ. കുറേ നേരം പുറത്തോട്ട് നോക്കി നിന്നിട്ടും വിക്രം വരാത്തപ്പോൾ അവൾ സമയം നോക്കിയിട്ട്, സമയമാണെങ്കിലോ 2 മണിയായിട്ടും വിക്രം ഇതുവരെ വരാത്തപ്പോൾ വേദയ്ക്ക് ഭയങ്കരമായിട്ട് ടെൻഷനാകുവാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും പറ്റിയോ. എന്നിട്ട് വേദ വിക്രത്തെ വിളിക്കുകയാണ് കേട്ടോ. ഒന്ന് വിളിച്ച് നോക്കാമെന്ന് വെച്ചിട്ട് വിളിക്കുമ്പോഴാണെങ്കിലോ ഫോണാണെങ്കിൽ എടുക്കുന്നത് രാധയാണ്. രാധ എടുത്തിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദയ്ക്ക് കൂടുതൽ ടെൻഷനാവുകയാണ്. എന്നിട്ട് രാധ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നാളെ കഴിഞ്ഞ് അവൻ നിൻ്റെ കഴുത്തിൽ താലി കിട്ടുന്നല്ലേ പറഞ്ഞത്, എനിക്കൊന്ന് കാണണം, ഇനി എങ്ങനെ അവൻ കല്യാണം കഴിക്കുക, നിന്നെ കല്യാണം കഴിക്കുക എങ്ങനെയെന്ന് എനിക്ക് കാണണം എന്നൊക്കെ രാധ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇനി അവനെ അവൻ അവിടെ വീട്ടിലെത്താതെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്.
വേദയാണെങ്കിലും ഇതൊന്നും അറിയാതെ പിന്നെയും വിക്രത്തെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. വിക്രത്തെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ കേൾക്കുന്നത് സ്വിച്ച് ഓഫ് എന്നാണ്. അപ്പോൾ അവൾക്ക് ആകെ വിഷമമാണ്. എന്താണ് ഇപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നത്, എന്താണ് പറ്റിയതെന്നൊന്നും അറിയാതെ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ വേദ. എന്തായാലും രാവിലെ ആയിട്ട് നന്ദിനിയുടെ ഇങ്ങനെ മിറ്റടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കേട്ടോ നമ്മുടെ അച്ചമ്മയുടെ വരവ്. അച്ചമ്മ എത്തിയപ്പോൾ അച്ചമ്മേനെ കണ്ടപ്പോൾ നന്ദിനിയാണെങ്കിലോ ദൈവമേ എത്തിയോ മാരണം, കൊച്ചുമോൻ്റെ 2ാം കല്യാണം നടത്താൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. വാ ഇത്തവണത്തെ കല്യാണം ഞാൻ ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്ത് തരാം, എന്നിട്ട് കലങ്ങിപ്പോയ കല്യാണം തമ്പനയിലിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാലോ എന്നൊക്കെ നന്ദിനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ചമ്മ ചോദിക്കുന്നുണ്ട്, എന്താ നന്ദിനി നീ ഇങ്ങനെ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നിൽക്കുന്നത്, നിനക്ക് ആരാന്ന് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നന്ദിനിയെടുത്ത്. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, അച്ഛമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, വന്നു പോയിട്ട് അധികം നാളായില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, എന്താടി എൻ്റെ കൊച്ചുമ്മൻ്റെ കല്യാണമല്ലേ നടക്കുന്നത്, അപ്പോൾ ഞാൻ വേണ്ടേ ഇവിടെ എന്നൊക്കെ അച്ഛമ്മ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ എന്താ ഇങ്ങോട്ട് വരാൻ പാടില്ലേ എന്നൊക്കെ അച്ഛമ്മ ചോദിക്കുന്നുണ്ട് നന്ദിനിയുടെ അടുത്ത്. അപ്പം നന്ദിനി പറയുന്നുണ്ട്, വരണല്ലോ, അച്ഛമ്മടി കൺമുന്നിൽ വേണ്ടേ നമ്മുടെ വിക്രത്തിൻ്റെയും വേദയുടെയും കല്യാണമൊക്കെ ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ട്, അച്ഛമ്മ വരണല്ലോ എന്നൊക്കെ നന്ദിനി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ചമ്മ ചോദിക്കുന്നുണ്ട്, എന്തായാലും നിൻ്റെ സ്വരത്തിലൊരു പരിഹാസം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, ഇല്ല അച്ചമ്മ അങ്ങനെയൊന്നുമില്ല, അച്ചമ്മയ്ക്ക് തോന്നിയതാണ് എന്നപ്പോൾ അച്ചമ്മ ചോദിക്കുന്നുണ്ട്, 10 മണിക്കാണോടി മിറ്റടിച്ചു വരണത്, രാവിലെ നേരത്തെ വേണ്ടേ മിറ്റടിച്ചു വരാൻ, എന്താ ഈ സമയത്താണോ നിനക്ക് മിറ്റടിച്ചു വരാൻ തോന്നുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, എല്ലാ പണിയും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഈ സമയത്തായിരുന്നു അച്ചമ്മേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, പിന്നെ നീ ഇവിടെ മലമറയ്ക്കുന്ന ജോലിയല്ലേ ചെയ്യുന്നത്, വാചം പണിക്കാതെ ഈ പെട്ടിയെടുത്ത് വാടിയെന്ന് പറയുന്നുണ്ട് അച്ചമ്മ. അപ്പോഴത്തേക്ക് നമ്മുടെ വേദയും വിക്രത്തിൻ്റെ അമ്മയും കൂടെ പുറത്തോട്ട് വരുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദമോളേന്ന് അച്ചമ്മ സ്നേഹത്തോടെ വിളിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയൂട്ടോ സുഹൃത്തുക്കളെ. എന്നിട്ട് അച്ചമ്മ ചോദിക്കുന്നുണ്ട്, ഇപ്പം എന്താ ഈ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞവിടെ തന്നെ എത്തിയില്ലേ, നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ മാല ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ആയില്ലേ കാര്യങ്ങളെന്നൊക്കെ അച്ചമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ വേദയുടെ അടുത്ത്. ഇപ്പം കണ്ടോ, എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു, നിൻ്റെ വീട്ടുകാർ നിന്നെ സമ്മതിച്ചു, എല്ലാം നിങ്ങൾക്കിപ്പോൾ എല്ലാം നിങ്ങൾ പ്രതീക്ഷ പോലെ തന്നെ ആയില്ലേ. അപ്പോൾ വേദ പറയുന്നുണ്ട്, എല്ലാം നമ്മുടെ ഭാഗ്യം കൊണ്ടാണ് അച്ചമ്മേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വേദ. പിന്നെ അച്ചമ്മ പറയുന്നുണ്ട് കേട്ടോ, എവിടെ എൻ്റെ വിക്രം മോൻ, അവനെ വിളിക്കുക, ഞാൻ ഒന്ന് കാണട്ടെ എന്നൊക്കെ അച്ചമ്മ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വേദയ്ക്ക് ഭയങ്കരമായിട്ട് ടെൻഷനാവണം, അയ്യോ വിക്രം ഇല്ല എന്നുള്ള കാര്യം എങ്ങനെ അച്ചമ്മോട് പറയുക എന്നൊക്കെ വിചാരിച്ചിട്ട് അവൾക്ക് ആകെപ്പാടൊരു ടെൻഷനാവണം. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദിനിയേട്ടത്തിണ്ട് പറയുന്നു, എന്താ വിക്രം ഇവിടെ ഇല്ല അച്ചമ്മ ശ്രദ്ധിച്ചില്ല, വിക്രത്തിൻ്റെ ബൈക്ക് ഇവിടെ ഇല്ല, വിക്രം ഇന്നലെ രാത്രി ഒന്നും വന്നിട്ടേ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ചമ്മ ചോദിക്കുന്നുണ്ട്, എന്താ ഇന്നലെ രാത്രി വിക്രം വരാത്തത്, അതെന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അച്ചമ്മ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഇത് പതിവുള്ളത് അച്ചമ്മ, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വിക്രത്തിൻ്റെ അമ്മ പറയുന്നുണ്ട്, അവൻ കുറേ ദൂര സ്ഥലങ്ങളിലേക്ക് പോയാൽ അവൻ വരാൻ വഴുകും അമ്മേ, 2-3 ദിവസം കഴിഞ്ഞിട്ടേ എത്തുള്ളൂ, അതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അച്ചമ്മയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അച്ചമ്മ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ അച്ചമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ. നാളത്തെ കഴിഞ്ഞ കല്യാണം നടക്കേണ്ട വീടാണിത്, എന്താണ് വിക്രം ഒരു ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്നത് അങ്ങനെയൊക്കെ അച്ചമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ അച്ചമ്മ വീട് മൊത്തം നോക്കുകയാണ്. വീട് നോക്കുമ്പോൾ ആണെങ്കിൽ അച്ചമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ ഒരു സന്തോഷമില്ല, ഒരു കല്യാണം നടക്കാൻ പോകുന്ന വീടാണെന്നൊന്നും തോന്നുന്നേ ഇല്ല എന്നൊക്കെ അച്ചമ്മ അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് അച്ചമ്മ പറയുന്നുണ്ട് കേട്ടോ, ഒരു കല്യാണം നടക്കാൻ പോകുന്ന വീടാണോ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്, എന്താ ഒരു സന്തോഷമില്ലാത്ത പോലെ, നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം, കല്യാണം നടക്കാൻ പോകുന്നതിന് സന്തോഷം നമ്മുടെ വീട്ടിലും കാണണം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പുറമേ നിന്ന് നമ്മുടെ വീട് കാണുന്ന ഒരാൾക്ക് മനസ്സിലാവണം നമ്മുടെ വീട്ടിൽ എന്തോ ഐശ്വര്യമായുള്ള കാര്യം നടക്കാൻ പോവുകയാണ് എന്നൊക്കെ നാട്ടുകാർക്ക് തോന്നണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അച്ചമ്മ. എന്നിട്ട് അച്ചമ്മ പറയുന്നുണ്ട്, വിനായക നിൻ്റെ ഏട്ടൻ എവിടെ, അപ്പോൾ വിനായകൻ പറയുന്നുണ്ട്, എനിക്കറിയില്ല അച്ചമ്മ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, ഇനിയുള്ള 2 ദിവസം നിങ്ങൾ 2 പേരും ഇവിടെ വേണം, എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യാൻ നിങ്ങളിവിടെ വേണം എന്നൊക്കെ അച്ചമ്മ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിനായകൻ പറയുന്നത്, ഓ ആയിക്കോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. നന്ദിനിക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എന്നിട്ട് വിനായകനോടാണെങ്കിലോ അവൻ്റെ അമ്മ പറയുന്നുണ്ട്, പോയി വിക്രത്തെ അന്വേഷിച്ച് വാടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിനായകൻ പറയുന്നുണ്ട്, ഞാൻ എവിടെ പോയിട്ട് അമ്മയെ അന്വേഷിക്കുക, അവ എവിടേക്കാണ് പോകണമെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടാണോ പോവാറ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, വേണ്ട അമ്മേ, ഞാൻ വിളിച്ചു നോക്കിക്കോളാം, അവരുടെ എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ വിളിച്ചു നോക്കിക്കോളാം, ഇന്ന് എന്തായാലും വിക്രം വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്ദിനിയേട്ടത്തി ആക്കിയിട്ടൊരു പറച്ചിലുണ്ട്, മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, വരും എന്നൊക്കെ വിചാരിച്ചിട്ട് വേദയെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അപ്പമോൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ പുറത്തോട്ട്. എന്നിട്ട് വേദ ചെറിയമേന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചമ്മ ചോദിക്കുന്നുണ്ട്, ആ വിശ്വത്തിൻ്റെ മോൾ എത്തിയോ എന്നൊക്കെ അച്ചമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രത്തിൻ്റെ അമ്മ പറയുന്നുണ്ട്, എത്തി അമ്മേ, വേദയും വിക്രം കൂടെ വെക്കേഷനിൽ വേണ്ടി കൊടുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ചമ്മ അവളെ അടുത്തോട്ട് വിളിച്ചിട്ട്, മോൾക്ക് വേണ്ടി ഞാൻ കുറേ പലഹാരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാവരും കൂടെ ഉള്ളിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നന്ദിനിയടത്ത് അച്ചമ്മയുടെ പിന്നിൽ ഉള്ളിലോട്ട് പോകാൻ നിൽക്കുമ്പോഴത്തേക്ക് അച്ചമ്മ പറയുന്നുണ്ട്, നിൽക്ക്, ആ മിറ്റം ഫുള്ള് അടിച്ചോരി മാത്രം അകത്തേക്ക് കയറിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് നന്ദിനിയടത്തിയോട്.
എന്നിട്ട് അച്ഛമ്മ പോയിട്ട് നന്ദിനി വിനായകനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ അച്ഛമ്മ വന്നത് കല്യാണം നടത്താനല്ലേ, നോക്കിക്കോ, ആ കല്യാണം നടക്കില്ല, വിക്രം എന്തായാലും കല്യാണം കഴിയാതെ ഇങ്ങോട്ടേക്ക് വരില്ല, കല്യാണം എന്തായാലും നടക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ അവനെ അന്വേഷിച്ചിട്ട് എവിടെയും പോകേണ്ട ആവശ്യമില്ല, വിക്രം കല്യാണം കഴിഞ്ഞാലേ ഈ വീട്ടിലോട്ട് വരില്ലൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വേദ വിക്രത്തിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ, രാജേട്ടനെയൊക്കെ വിളിക്കുന്നത് കാണിക്കുന്നുണ്ട്. രാജേട്ടനെ വിളിച്ചിട്ട് വേദ ചോദിക്കുന്നുണ്ട്, രാജേട്ടൻ അവൻ വന്നിട്ടുണ്ടോ? അപ്പോൾ രാജേട്ടൻ പറഞ്ഞു, ഇന്ന് വർക്ക്ഷോപ്പ് തുറന്നിട്ടില്ല മോളെ, എന്തേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിക്രം വന്നിട്ടില്ലേ രാജേട്ടൻ എന്നൊക്കെ പറയുന്നുണ്ട്. നിന്നെ കൂടെ എങ്ങോട്ടോ പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ, അത് ഞങ്ങളെ പകുതി വഴിയിൽ ഇറക്കി വിട്ടിട്ട് അവൻ പോയി രാജേട്ടൻ എങ്ങോട്ടോ, പിന്നെ വന്നിട്ടില്ല എന്നൊക്കെ വേദ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാജേട്ടൻ പറയുന്നുണ്ട്, അത് അവന് പതിവുള്ളതല്ലേ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ആ പതിവുള്ളതൊക്കെ തന്നെ ഇവിടെ വന്നില്ലെങ്കിൽ നിങ്ങളുടെ വർക്ക്ഷോപ്പിലേക്ക് വരുമല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ രാജേട്ടൻ പറയുന്നുണ്ട്, ഇല്ല മോളെ ഇന്നലെ വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീനി സാറിനെ വിളിച്ചിട്ടില്ലേ എന്ന് രാജേട്ടൻ ചോദിക്കുന്നുണ്ട്. വിളിച്ചു, ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണെന്ന് പറയുന്നുണ്ട്. ഫോണ് കട്ട് ചെയ്ത ശേഷം അനിയൻകുട്ടൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇവന്നാലും എവിടെ പോയി രാജേട്ടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജോസഫ് പറയുന്നുണ്ട്, വിളിക്കാനും പറയാനൊക്കെ ഒരാളുണ്ടാവുന്നത് നല്ല കാര്യമല്ല അനിയൻകുട്ടാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനിയൻകുട്ടൻ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ കൊറ്റത്തടിയായിട്ട് നടന്നോളാമേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വേദ ശ്രീനി സാറിൻ്റെ പിയനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ. സംസാരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, വിക്രം ഉണ്ടോ സാറേ കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആൾ പറയുന്നുണ്ട്, ഇല്ല വിക്രം ഇല്ല, ഇന്നലെ എന്തോ അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ടെന്ന് ശ്രീനി സാറ് വിളിച്ച് പറഞ്ഞിട്ട് പോലും അവൻ വന്നില്ല, എന്തേ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്താ വിക്രം വരാത്തേ എന്ന് അറിയാൻ വേണ്ടി ഞാൻ വേദയെ വിളിച്ചാലോ എന്നൊക്കെ ശ്രീനി സാറിൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. അപ്പോൾ ശ്രീനി സാറ് പറഞ്ഞു, വേണ്ട, അവിടെ ഒരു കല്യാണം നടക്കാൻ പോവല്ലേ, വേണ്ട, അവൻ വന്നില്ലെങ്കിൽ വേണ്ട, അതിന് തിരക്കുകൊണ്ടാവും അവൻ വരാത്ത എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വിളിച്ചു, പിന്നെ വിളിക്കാഞ്ഞെന്ന് പറയുന്നുണ്ട് കേട്ടോ അയാൾ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഇല്ല ഇന്നലെ ഞങ്ങൾ പകുതി വഴിയിൽ ഇറക്കി പോയതാണ് വിക്രം, ഇതുവരെ വീട്ടിലോട്ട് വന്നിട്ടില്ല. അപ്പോൾ ആൾ പറയുന്നുണ്ട്, അതെയോ, എന്നാൽ ഞാൻ അന്വേഷിച്ച് നോക്കട്ടെ, അന്വേഷിച്ചിട്ട് മോളെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് ആൾ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ എത്തപ്പോൾ വേദയ്ക്ക് ഭയങ്കര സങ്കടമാവുകയാണ് കേട്ടോ. വേദ എന്നിട്ട് പുറത്തോട്ട് പോകുന്ന സമയത്ത് അവിടെ വിശ്വേട്ടനും നമ്മുടെ ശ്രീചേട്ടത്തെയൊക്കെ ഇരിക്കുന്നത് കാണുന്നുണ്ട്. എന്നിട്ട് വിശ്വേട്ടനോട് പറയുന്നുണ്ട്, വിശ്വേട്ട വിക്രം ഇതുവരെ വന്നില്ല. അപ്പോൾ വിശ്വം പറയുന്നുണ്ട്, അത് പുതുമുള്ള കാര്യമൊന്നുമല്ലല്ലോ, അവൻ വരാൻ ഇങ്ങനെ പതിവുള്ളതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അത് അങ്ങനെയല്ല വിശ്വേട്ട, ഇന്നലെ എന്നെയും മോളെയും പകുതി വഴിയിൽ നിർത്തിയിട്ട് ശ്രീനി സാറ് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയതാണ്, ഇതുവരെ വന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചപ്പോൾ അവിടെ എത്തിയിട്ടില്ല എന്ന് അവർ പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് പേടിയാവുന്നു, വിശ്വേട്ടൻ പോയി ഒന്ന് അന്വേഷിക്കുമോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വിശ്വേട്ടൻ പറയുന്നുണ്ട്, എന്തിനാ മോളെ പേടിക്കുന്ന, അവൻ വരും, ഇത് പതിവുള്ളതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഇല്ല വിശ്വേട്ട, ഞാൻ ശ്രീനി സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ എത്തിയിട്ടില്ല, വർക്ക്ഷോപ്പിലും പോയിട്ടില്ല, അപ്പോൾ എനിക്കെന്തോ മനസ്സിലെന്തോ പേടി പോലെ, വിശ്വേട്ടൊന്ന് പോയി അന്വേഷിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വം പറയുന്നുണ്ട്, ഞാൻ എവിടെ പോയിട്ടാണ് മോളെ അന്വേഷിക്കുക പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രീചേട്ടത്തി പറയുന്നുണ്ട്, നിങ്ങൾ വർക്ക്ഷോപ്പ് പോയി നോക്ക്, വിക്രം എവിടെ പോവുകയെന്ന് അവർക്ക് നമ്മളെയൊക്കെ നന്നായി അവർക്കല്ലേ അറിയാം, അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് വർക്ക്ഷോപ്പ് പോയി നോക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, വിശ്വേട്ട ഒന്ന് പോയി നോക്കൂ, വേണമെങ്കിൽ ഞാനും വരാമെന്ന് പറയുന്നത്. അപ്പോൾ വിശ്വം പറയുന്നത്, വേണ്ട മോളെ, ഇന്നത്തെ ദിവസം മോളെ ഇങ്ങോട്ടും വരണം, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞാൽ വിശ്വം പോവാണ് കേട്ടോ. പിന്നെ നമ്മുടെ വിക്രത്തേട്ടാണ് കാണിക്കുന്നത്. വിക്രത്തിനാണെങ്കിലോ ബോധം വരികയാണ്. ബോധം വന്നിട്ട് രാധയുടെ ചോദിക്കുന്നുണ്ട്, ഞാൻ എവിടെയാണ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാധ പറയുന്നുണ്ട്, നമ്മൾ എന്തായാലും സേഫായ സ്ഥലത്താണുള്ളത്, വിക്രം ഇപ്പോൾ ഒന്നും അറിയണ്ട, ആലോചിക്കേണ്ട, റെസ്റ്റ് എടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തെങ്കിലും വേണോയെന്ന് ചോദിക്കുന്നുണ്ട് രാധ. അപ്പോൾ ഒന്നും വേണ്ട, എന്നാലും ഞാൻ എവിടെയാണ് ഇങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കുന്നുണ്ട് വിക്രം. അപ്പോൾ രാധ പറയുന്നത്, ഒക്കെ ഞാൻ പിന്നെ പറയാം, ഇപ്പോൾ വിക്രം എന്തായാലും തൽക്കാലം റെസ്റ്റ് എടുക്കുമെന്ന് പറയുന്നുണ്ട്. ഒന്നും ആലോചിക്കാതെ ഇപ്പോൾ കണ്ണടച്ച് ഉറങ്ങാൻ നോക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് ഡോക്ടർ വരികയാണ് കേട്ടോ. ഡോക്ടർ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, വേദന ഉണ്ടോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട് വിക്രം. കുഴപ്പമില്ല, വിഷമിക്കേണ്ട, ഒന്നും കാര്യമായിട്ട് പറ്റിയിട്ടില്ല, അതുകൊണ്ടൊന്നും പേടിക്കാനില്ല എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഡോക്ടർ വിക്രത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ആക്സിഡൻറ്റ് ആയിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാധ പറയുന്നുണ്ട്, അതേ ഡോക്ടർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഡോക്ടർ പറയുന്നുണ്ട്, നമുക്കത് പോലീസിന് കംപ്ലയിൻറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, വേണ്ട, അതൊന്നും വേണ്ട. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നത്, എന്തേ ചോദിക്കുന്നുണ്ട്. ആരാന്നറിയാതെ നമ്മൾ എന്തിനാ കംപ്ലയിൻറ്റ് ചെയ്യണേ എന്നൊക്കെ വിക്രം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, എന്തായാലും ഒരു ദിവസം ഇവിടെ കിടക്കട്ടെ, ഇന്നിവിടെ കിടക്കട്ടെ, നമുക്ക് നാളെ ഡിസ്ചാർജ് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. സിസ്റ്ററിൻ്റെ അടുത്ത് സെയിം മെഡിസിൻ കണ്ടിന്യൂ ചെയ്തോളാം പറഞ്ഞിട്ട് ഡോക്ടർ പോവാണ് കേട്ടോ അവിടെ നിന്ന്. അമ്മയെ അറിയിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഡോക്ടർ പോയതിന് ശേഷം വിക്രം രാധയോട്. അപ്പോൾ രാധ പറയുന്നുണ്ട്, ഇല്ല അറിയിക്കാം. അപ്പോൾ അപ്പോഴത്തേക്കും ഡ്രിപ്പ് ഉച്ചയാകുമ്പോഴത്തേക്കും തീരും, ഞാൻ ഉച്ചയ്ക്ക് കഞ്ഞിയായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രാധ അവിടെ നിന്ന് പോവാണ് കേട്ടോ. വിക്രത്തിനാണെങ്കിലോ നല്ല മേലും ഒക്കെ നല്ല വേദന പോലെ കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇതുപോലുള്ള പവിത്ര വിശേഷങ്ങൾ പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.